കൊച്ചി അധോലോകത്തെക്കുറിച്ച് അന്വേഷണം ശക്തമാക്കി തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ്. പെരുമ്പാവൂർ അനസിന്റെ സംഘത്തിലുണ്ടായിരുന്ന കൂടുതൽ പേരെ ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് 18നോട് വെളിപ്പെടുത്തൽ നടത്തിയ ഇബ്രാഹിംകുട്ടിയെ ചോദ്യം ചെയ്തു. ആലുവയിലെ വീട്ടിലെത്തിയാണ് ഇബ്രാഹിംകുട്ടിയിൽ നിന്നും വിവരങ്ങൾ തേടിയത്. കഴിഞ്ഞ ദിവസം ATS ഗുണ്ടാ നേതാവ് ഔറംഗസേബിനെയും ചോദ്യം ചെയ്തിരുന്നു. പോലീസും കടുത്ത നടപടികളിലേക്ക് കടക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനകൾ നടത്തുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, നേരത്തെ ന്യൂസ് 18 ഈ കൊച്ചി അധോലോകത്തെക്കുറിച്ചുള്ള പെരുമ്പാവൂർ അനസ് എന്ന ഗുണ്ടാ തലവനെ കുറിച്ചുള്ള വിവരങ്ങളടക്കം പുറത്തുവിട്ടത്. ഇവരുടെ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ, മറ്റ് ഇടപാടുകൾ, അതായത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളടക്കം കൃത്യമായും അത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പോലീസും കേന്ദ്ര ഏജൻസികളും പരിശോധിക്കുന്നുണ്ട്. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് അന്വേഷണം ശക്തമാക്കുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് കഴിഞ്ഞ ദിവസം ഔറംഗസേബിനെ ചോദ്യം ചെയ്യുന്നു, അതിന് പിന്നാലെ ഇബ്രാഹിംകുട്ടിയെ ചോദ്യം ചെയ്യുന്നു. എന്തൊക്കെ വിവരങ്ങൾ തേടുകയാണ് ATSന്റെ ലക്ഷ്യം? ടോം സൂചിപ്പിച്ചതുപോലെ ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തയെ തുടർന്ന് ന്യൂസ് 18ലൂടെ ഗുണ്ടാ നേതാവ് ഔറംഗസേബ് പുറത്തുവിട്ട വിവരങ്ങളെ തുടർന്ന് ATSനും പോലീസിനും അടങ്ങിയിരിക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നേരത്തെ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലായി ഔറംഗസേബിനെ ചോദ്യം ചെയ്തിരുന്നു. 6 മണിക്കൂറാണ് ഔറംഗസേബിനെ ചോദ്യം ചെയ്തത്. ഇപ്പോൾ അനസിന്റെ ഒപ്പമുണ്ടായിരുന്ന, പെരുമ്പാവൂർ അനസിന്റെ ഒപ്പമുണ്ടായിരുന്ന ഇബ്രാഹിംകുട്ടിയെ ചോദ്യം ചെയ്യുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് നയിക്കുമ്പോൾ ഗുണ്ടാ സംഘങ്ങളെ പറ്റി കൂടുതൽ അറിയാനും പെരുമ്പാവൂർ അനസിലേക്ക് എത്തുന്ന കൂടുതൽ വിവരങ്ങൾ തേടാനുമാണ് പോലീസ് ശ്രമിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇബ്രാഹിംകുട്ടിയെ ആലുവയിലെ വീട്ടിലെത്തിയാണ് പോലീസ് ചോദ്യം ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനോടൊപ്പം തന്നെ ഇവരോടൊപ്പം ഉണ്ടായിരുന്ന നിഷിൽ എന്ന ആളെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിലേക്ക് നീളുമ്പോൾ തന്നെ നമ്മൾ പുറത്തുവിട്ട വാർത്തയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഔറംഗസേബിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് കൂടുതൽ ഗുണ്ടാ സംഘങ്ങളിലേക്കും ഗുണ്ടാ നേതാക്കന്മാരിലേക്കും എത്താനുള്ള വഴികൾ തേടുകയാണ് പോലീസെന്നും എന്നും ATS എന്നും മനസ്സിലാക്കേണ്ടുന്ന സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത് എന്ന് വേണം വിലയിരുത്താൻ. ഈ ഒരു സാഹചര്യത്തിൽ സ്വർണം പൊട്ടിക്കലുമായുള്ള ബന്ധങ്ങൾ, നമ്മൾ ഈ വാർത്ത പുറത്തുവിടുന്നതുവരെയും പെരുമ്പാവൂർ അനസ്, അതായത് കൊലപാതക കേസുകളും വധശ്രമ കേസിലും അടക്കം പ്രതിയായിരുന്ന പെരുമ്പാവൂർ അനസ് നാട് വിട്ട കാര്യം നമ്മുടെ പോലീസോ ഇവിടുത്തെ മറ്റ് അന്വേഷണ ഏജൻസികളോ അറിഞ്ഞിരുന്നില്ല. പെരുമ്പാവൂർ അനസ് മാസങ്ങൾക്ക് മുൻപ് കേരളം വിടുന്നു, പിന്നീട് കോയമ്പത്തൂരിൽ അതുവഴി കർണാടകയിലേക്ക് കടക്കുന്നു. കർണാടകയിൽ നിന്ന് പിന്നീട് വ്യാജരേഖകൾ കൃത്രിമമായി നിർമ്മിച്ച്, അതായത് തിരിച്ചറിയൽ രേഖകൾ നിർമ്മിച്ച് പിന്നീട് പുതിയ പാസ്പോർട്ട് ഉണ്ടാക്കി പിന്നീട് ദുബായിലേക്ക് കിടക്കുന്നു. ദുബായിൽ പുതിയ ബിസിനസ് സംരംഭം, ആ ബിസിനസ് സംരംഭത്തിൽ സിനിമാ മേഖലയിലെ പല പ്രമുഖരും പങ്കെടുക്കുന്നു. അങ്ങനെയാണ് ഈ സിനിമാ മേഖലയും കൊച്ചി അധോലോകവും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചുള്ള തെളിവുകൾ സഹിതമുള്ള വിവരങ്ങൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഇതൊന്നും നമ്മുടെ പോലീസും മറ്റ് അന്വേഷണ ഏജൻസികളും അറിഞ്ഞു പോലുമില്ല. ഇത്രയും നാൾ അവർ സ്വാഭാവികമായും അവർ ഉണർന്ന് പ്രവർത്തിക്കാത്ത, അവരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകളടക്കം മുതലെടുത്തുകൊണ്ടായിരുന്നു ഈ ഗുണ്ടാ സംഘങ്ങളുടെ പ്രവർത്തനമെങ്കിൽ ഒടുവിൽ പോലീസിനും മറ്റ് ഏജൻസികൾക്കും ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു കാര്യങ്ങളിലേക്ക് വരെയും ഇപ്പോൾ എത്തിയിരിക്കുന്നു. ഈ സ്ഥിതിവിശേഷം എത്തിയിരിക്കുന്നു. എന്ത് നടപടികളായിരിക്കും ഉണ്ടാവാൻ പോവുക? ഈ പെരുമ്പാവൂർ അനസിനെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് അതോ മറ്റു ഏജൻസികളുടെ ഭാഗത്തു നിന്ന് അത്തരമൊരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ ആജ്ഞ? അത്തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ടോം. കാരണം പെരുമ്പാവൂർ അനസിലേക്കുള്ള വഴിയെന്ത്, അല്ലെങ്കിൽ അയാളുമായി ബന്ധപ്പെട്ട ആളുകളെ, അയാളുടെ പ്രവർത്തന മേഖല ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പോലീസ് ചോദിച്ചറിയുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഔറംഗസേബിനെ 6 മണിക്കൂറാണ് കഴിഞ്ഞ ദിവസം ATS ചോദ്യം ചെയ്തത്. അത് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡാണ് ചോദ്യം ചെയ്യലിന് മുന്നിട്ടിറങ്ങിയത് എന്നുള്ള കാര്യത്തിൽ തന്നെ അതിനകത്ത് ആ പ്രശ്നത്തിൽ തീവ്രവാദ ബന്ധം പരിശോധിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലില്ല എന്നുകൂടി വേണം ആശങ്കപ്പെടേണ്ടത്. കാരണം അത്തരത്തിലുള്ള ബന്ധങ്ങൾ പരിശോധിക്കാം. അതുപോലെ ഇപ്പോൾ പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുമായുള്ള ആളുകളെ തേടിപ്പിടിച്ച് അവരെ ചോദ്യം ചെയ്യുന്നു. അപ്പോൾ പോലീസ് ഒന്ന് ഉണർന്നിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ സാഹചര്യം വിലയിരുത്തുമ്പോൾ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കിയാണ് പെരുമ്പാവൂർ അനസ് ദുബൈയിലേക്ക് കടന്നത് എന്ന് നമ്മൾ തന്നെ
തെളിവ് സഹിതം പുറത്തുവിട്ടതാണ്. വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കുന്നു, വ്യാജ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നു. ഇതൊക്കെ കർണാടകയിൽ നിന്നാണ് ഉണ്ടാക്കിയത് എന്നും വ്യക്തമാണ്. അവിടെ നിന്നും വ്യാജ പാസ്പോർട്ടിലേക്ക് അനസ് ദുബായിലേക്ക് പോകുന്നു. അതേസമയം അനസിന്റെ പാസ്പോർട്ട് ഇവിടെ പോലീസ് സറണ്ടർ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇങ്ങനെയുള്ളപ്പോൾ അനസിന്റെ പാസ്പോർട്ട് റദ്ദ് ചെയ്യാനുള്ള ഒരു എല്ലാ സാധ്യതയും എമിഗ്രേഷൻ എല്ലാ അവകാശങ്ങളും ഇമിഗ്രേഷൻ വകുപ്പിനുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അനസിനെ ദുബൈയിൽ നിന്നും കേരളത്തിലേക്ക് എത്തിക്കുക എന്നൊരു വലിയ കാര്യം കൂടി നമുക്ക് പോലീസിന് മുന്നിലുണ്ട്. ആ ഒരു കാര്യത്തിലേക്ക് എത്തിക്കാനുള്ള എളുപ്പ വഴികൾ എന്തൊക്കെയെന്നാണ് ആയിരിക്കാം ഒരു പക്ഷേ പോലീസ് തേടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ പുറത്തുവിട്ട വിഷ്വൽസ് അനുസരിച്ചിട്ട് ദുബൈയിലെ പെരുമ്പാവൂർ അനസിന്റെ ബിസിനസ് സംരംഭങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ സിനിമാ താരങ്ങൾ എത്തുന്നു. അതോടെ ടോം സൂചിപ്പിച്ചതുപോലെ സിനിമാ മേഖലയിൽ ഗുണ്ടാ സംഘങ്ങൾ ഇടപെടുന്ന സാഹചര്യം എത്രത്തോളം വലുതാണ്, എത്രത്തോളം ബൃഹത്താണ് എന്ന് ന്യൂസ് 8 കുറച്ചുകൂടി വ്യക്തമായിട്ട് പോലീസിന് മുന്നിലെത്തിക്കാൻ, ജനങ്ങൾക്ക് മുന്നിലെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു സാഹചര്യം കൂടി വിലയിരുത്തേണ്ടതുണ്ട്. അതിനുശേഷമാണ് സിനിമാ താരങ്ങളെ വിനയ് ഫോർട്ട് ഉൾപ്പെടെ നമ്മളോട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്ന വിവരങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർണ്ണക്കടത്തടക്കമുള്ള കേസുകളിലെ ഈ ഗുണ്ടാ ബന്ധം പരിശോധിക്കണം. അതുമായി ബന്ധപ്പെട്ടായിരുന്നു ഔറംഗസേബ് നമ്മോട് പറഞ്ഞ ഓരോ വിവരങ്ങളും. ഈ കാര്യമായിരിക്കും പ്രധാനമായും പരിശോധിക്കേണ്ടത്. അതോടൊപ്പം തിരുവനന്തപുരം നെടുമ്പാശ്ശേരി തട്ടിക്കൊണ്ടുപോകൽ കേസുകൾ, ഈ കേസുകളും അതിൻ്റെ പുനരന്വേഷണം ആവശ്യമാണ്. അതോടൊപ്പം ഷിയാസ് കരീം എന്ന ചലച്ചിത്ര താരം, ഷിയാസ് കരീമും അനസും തമ്മിലുള്ള ബന്ധം, അതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അനസും ഷിയാസ് കരീമും ഔറംഗസേബും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണം, അവിടെ തന്നെ വളരെ വ്യക്തമായിരുന്നു. പെരുമ്പാവൂർ അനസും ഷിയാസ് കരീമും തമ്മിലുള്ള ബന്ധം വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ്. സ്വാഭാവികമായും ഇനി അടുത്ത അന്വേഷണം, അനസിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഷിയാസ് കരീമിലേക്കും നീങ്ങേണ്ടതല്ലേ? ടോം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഷിയാസ് കരീം അന്ന് ഈ ദുബായിലുള്ള ബിസിനസ് സംരംഭത്തിന്റെ ഇനാഗുറേഷൻ ഫംഗ്ഷനിൽ പങ്കെടുത്തിരുന്ന വിഷ്വൽസ്, ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്, നമ്മൾ അത് ഏറെ ചെയ്തതുമാണ്. ഇതേ സംബന്ധിച്ച് ഷിയാസ് കരീമും അനസും തമ്മിലുള്ള ബന്ധം എന്താണ്, ആ വഴിയായിരിക്കും ഒരുപക്ഷെ സിനിമാ താരങ്ങൾ ഏറെ പേര് മുന്നോട്ട് വന്നിരുന്നത്. എന്നാൽ ആ ഒരു ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പ് വഴിയാണെന്ന് വിനയ് ഫോർട്ട് ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങൾ നമ്മളോട് പ്രതികരിച്ചു കഴിഞ്ഞു. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഷിയാസ് കരീം എത്രത്തോളമാണ് ഈ ഗുണ്ടാ നേതാക്കന്മാരെ തന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊട്ടേഷൻ സംഘങ്ങളെ ഉപയോഗപ്പെടുത്തിയതെന്ന് പിന്നീട് ഔറംഗസേബും ഷിയാസ് കരീമും തമ്മിൽ നടത്തിയ സംഭാഷണത്തിലൂടെ, ഫോൺ സംഭാഷണത്തിലൂടെ പുറത്തായതാണ്. അതോടെ പെരുമ്പാവൂർ അനസുമായി ഷിയാസ് കരീം പെരുമ്പാവൂർ അനസിനെ മുൻപരിചയമില്ല, ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ശേഷമാണ് പരിചയമുണ്ടായത്. അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി പെരുമ്പാവൂർ അനസുമായി യാതൊരു തരത്തിലുള്ള മുൻപരിചയമില്ല എന്നൊരു കാര്യം, അതായത് പെരുമ്പാവൂർ അനസുമായുള്ള ബന്ധം പൂർണ്ണമായും നിഷേധിക്കുന്ന തരത്തിലാണ് ഷിയാസ് കരീം അന്ന് പ്രതികരിച്ചത്. അതുകൊണ്ട് ഷിയാസ് കരീമിനെ പിന്നീട് തുടർന്ന് ഔറംഗസേബുമായി നടത്തിയ ഫോൺ സംഭാഷണം നമ്മൾ പുറത്തുവിടുന്നതോടെ ഷിയാസ് കരീമിന് പെരുമ്പാവൂർ അനസുമായുള്ള ബന്ധത്തിന്റെ തീവ്രത എത്രത്തോളം വലുതാണ്, ഷിയാസ് കരീം കൊടുത്ത പൊള്ളാച്ചിയിലെ കൊട്ടേഷന്റെ കാര്യങ്ങൾ ഔറംഗസേബ് പുറത്തുവിടുന്നു, അത് അനസു പറഞ്ഞിട്ട് താനാണ് നടപ്പിലാക്കിയതെന്ന് ഔറംഗസേബ് പറയുന്നു. അപ്പം അത്തരം തീവ്രമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു തെളിവ് സഹിതം, അത്തരം ഒരു ബന്ധം തെളിവ് സഹിതം നമ്മൾ പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ടോം സൂചിപ്പിച്ചതുപോലെ ഇവർക്ക് ഷിയാസ് കരീമിന് എന്താണ് അനസുമായിട്ടുള്ള ബന്ധം എന്താണ്, അതുപോലെ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണ്, ഇത്തരം കാര്യങ്ങൾ കൂടി അന്വേഷണ പരിധിയിൽ വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ ഇതുവരെ ഷിയാസ് കരീമിനെ പോലീസ് ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അന്വേഷണം ഷിയാസ് കരീമിലേക്ക് എത്തുന്ന സാഹചര്യമോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ടോം, എന്തായാലും ഷിയാസ് കരീമിലേക്കും അന്വേഷണം നീങ്ങുന്നുവെന്ന് തന്നെ മനസ്സിലാക്കണം. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഔറംഗസേബിനെയും നിഷിൽ എന്ന, അതായത് നേരത്തെ പെരുമ്പാവൂർ അനസിനൊപ്പം ഉണ്ടായിരുന്ന നിഷിൽ എന്ന യുവാവിനെയും പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ ഇവിടെ പോലീസിനെ സംബന്ധിച്ച് വെല്ലുവിളി നിറഞ്ഞ കാര്യം, ഇവരുടെ വെളിപ്പെടുത്തൽ, ഔറംഗസേബ് നേരത്തെ പറഞ്ഞ കാര്യം
കേരളത്തിലെ പല കൊട്ടേഷൻ പ്രവർത്തനങ്ങളും ഇവർ നടപ്പാക്കുന്നത് കേരളത്തിന് പുറത്തു കൊണ്ടുപോയാണ്. നേരത്തെ പൊള്ളാച്ചിയിൽ ഷിയാസ് കരീം നൽകിയ ഒരു കൊട്ടേഷൻ പൊള്ളാച്ചിയിൽ വെച്ചാണ് നടപ്പാക്കുന്നത്. ഔറംഗസേബാണ് പെരുമ്പാവൂർ അനസിന്റെ നിർദ്ദേശപ്രകാരം ആ കൊട്ടേഷൻ നടപ്പാക്കി. ഔറംഗസേബ് തന്നെ തുറന്നു പറയുന്നുണ്ട്. അതായത് ഷിയാസ് കരീമും ഔറംഗസേബും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിലാണ് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് പോലീസിനെ സംബന്ധിച്ചൊരു വെല്ലുവിളി നിറഞ്ഞ കാര്യമല്ലേ? ഇവരുടെ ഈ കൊട്ടേഷൻ കാര്യങ്ങളൊക്കെ നടപ്പാക്കിയത് കേരളത്തിന് പുറത്താണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട്, അതായത് പൊള്ളാച്ചിയിലെ കൊട്ടേഷൻ പ്രവർത്തനങ്ങളടക്കം കേരള പോലീസിന് അന്വേഷിക്കാൻ കഴിയുമോ? അത് ഒരു വെല്ലുവിളി നിറഞ്ഞ കാര്യമല്ലേ ആജ്ഞ? ഈ പുറത്തേക്ക്, സംസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോയുള്ള ഇത്തരം കൊട്ടേഷൻ പ്രവർത്തനങ്ങളും മറ്റു തരത്തിലുള്ള കുറ്റകൃത്യങ്ങളും അവിടുത്തെ പോലീസിന്റെ കൂടി സഹായത്തോടെ വേണം അതിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാക്കാൻ. എങ്കിലും അത് പരിധിയിൽ വരുന്നതൊക്കെ തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നിരുന്നാൽ പോലും പരിമിതികളുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ, പൊള്ളാച്ചിയിലാണെങ്കിൽ അത് തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടു കൂടിയേ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനും അല്ലെങ്കിൽ കൂടുതൽ നടപടികൾ എടുക്കാനും കഴിയുകയുള്ളൂ എന്ന് വേണം മനസ്സിലാക്കാൻ. അതുപോലെ കർണാടകയിൽ വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കിയത് അവിടെ നിന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ കർണാടക പോലീസിന്റെയും സ്റ്റേറ്റിന്റെയും സഹായത്തോടു കൂടി മാത്രമേ ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ എത്തിച്ചേരാനല്ല, കൂടുതൽ നിയമ നടപടികളിലേക്ക് നീങ്ങാൻ കഴിയുകയുള്ളൂ എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നിരുന്നാലും അത് ഒരു കേരള പോലീസിന്റെ ഇവിടുത്തെ ഒരു അന്വേഷണ പരിധിയിൽ വരുന്ന സംഭവം തന്നെയാണ്. ഇവിടുത്തെ ഒരു ഗുണ്ടാ നേതാവാണ്, കൊച്ചി കേന്ദ്രീകരിച്ചുള്ള ഗുണ്ടാ സംഘത്തിന്റെ തലവനെ പറ്റിയുള്ള വെളിപ്പെടുത്തലുകളാണ്. ഇത്തരം സാഹചര്യത്തിൽ കൂടുതൽ ഏജൻസികൾ ATS ഇടപെട്ടു. അതേ തുടർന്ന് തീവ്രവാദ ബന്ധം അത്തരമൊരു ആരോപണമുണ്ടോ, അത്തരമൊരു സാധ്യതയുണ്ടോ? അതുപോലെ വ്യാജ പാസ്പോർട്ടിന്റെ കാര്യങ്ങളിലൊക്കെ കേന്ദ്ര ഏജൻസികൾ ഇടപെടേണ്ട സാഹചര്യമുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരുപക്ഷെ മറ്റു ഏജൻസികളും അന്വേഷണ ഏജൻസികളും ഇടപെടുന്ന സാഹചര്യം കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആജ്ഞ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ ഏജൻസികൾ കൊച്ചിയിലെ അധോലോകത്തെക്കുറിച്ച്, കൊച്ചിയിലെ ഗുണ്ടാ സംഘങ്ങളെ കുറിച്ച് അന്വേഷണം ഊർജിതമാക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ ഗുണ്ടകളെ അടിച്ചമർത്താൻ പോലീസിന് കഴിയുമോ? അതാണ് കണ്ടറിയേണ്ട കാര്യം. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.